ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു വേണ്ടിയിട്ടാണ്. ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വൈബ്രേറ്റർ ഉപയോഗിക്കാത്ത ഒരു വിഷയം വരുന്നുണ്ടാണ്. കാരണം ഈ കാണുന്നതൊക്കെ തുരുമ്പ് പിടിച്ചാണ് കമ്പിക്ക്. അതായത് വലിയ വലിയ കമ്പി തുരുമ്പ് പിടിക്കാൻ കാരണം എന്താ, ഈ എയർ വെയിറ്റ് ഫോണ്ടായിട്ടാണ്. ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് വൈബ്രേറ്റർ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ സിമെന്റ് ഗ്രൗട്ട് ഇതിന്റെ അടിയിൽ ഇറങ്ങിപ്പോയി ഫുൾ ഫില്ലായനെ. ഇത് അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് നമ്മൾ കണ്ടോണ്ട് വന്നിരുന്നു, ഇങ്ങനെ കമ്പി എടുത്തിട്ട് കുത്തിയിട്ടൊക്കെ ഫില്ല് ചെയ്യുന്ന ഒരു പരിപാടികളൊക്കെ. അതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നമ്മൾ വൈബ്രേറ്റർ മെഷീൻ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇതുപോലെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇല്ലാത്ത വിഷയം വന്നിട്ട് ഈ കമ്പികൾക്കൊക്കെ തുരുമ്പ് വന്നിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഭാഗങ്ങൾ മാത്രമല്ല, ഈ കമ്പി ഫുൾ ലെങ്ത് ഇതുപോലെ തുരുമ്പ് വന്നിട്ടുണ്ട്. നമ്മൾ കാണൂല, കാരണം ബാക്കിയുള്ളതൊക്കെ കോൺക്രീറ്റ് കവർ ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ലോഡ് ബെയർ ചെയ്യുന്ന ഈ ബീമിന്റെ കമ്പിയാണ് തുരുമ്പ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വരാതിരിക്കാൻ നിങ്ങളും കോൺക്രീറ്റിന്റെ സമയത്ത് ഇതുപോലെ വൈബ്രേറ്റർ യൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പൊ സെൻട്രിങ്ങാർ വന്നു കഴിഞ്ഞാൽ പലക പൊളിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, സിമെന്റ് വന്നിട്ട് ഇതിനകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ അത് ആ ഒരു സെറ്റപ്പ് അവിടെ ക്ലോസ് ചെയ്യും. നമ്മളിത് കാണൂല. നമ്മൾ ഈ കോൺക്രീറ്റ് സമയത്ത് ഇത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പ്രൊസീജിയേഴ്സ് അതിന്റെ കൂടെ നടക്കുന്നുള്ളൂ. അപ്പോൾ മാക്സിമം കോൺക്രീറ്റിന്റെ സമയത്തൊക്കെ നമ്മൾ കൂടെ ഉണ്ടായി ശ്രദ്ധിക്കുക. വൈബ്രേറ്റർ ഉപയോഗിക്കാൻ ഒരിക്കലും വിട്ടുപോയി. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് അധികം വന്നാണ്. അടുത്ത വീട്ടിലേക്ക് നമ്മൾ വീണ്ടും വരും. അതായിരിക്കും ബൈ.